എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ മുമ്പ് പല സമയത്ത് പറഞ്ഞതാണ്, നമ്മളെ പ്രവാസികൾക്ക് ഈ സിനിമകൾ തിയേറ്ററിൽ കാണുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ കാണാൻ പറ്റുന്ന സിനിമകളൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. പൊതുവേ മലയാള റിലീസുകൾ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ എല്ലാ സിനിമകളും കാണാനുള്ള ബഡ്ജറ്റ് നമുക്ക് നടക്കൂല. കാരണം 50 റിയാൽ 45 റിയാലൊക്കെ ടിക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ അത്രത്തോളം റേറ്റ് കൊടുത്തിട്ട് എല്ലാ സിനിമക്കും പോകാന്നുള്ള ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിഷ്കിന്ദ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്തുള്ള തിയേറ്ററിൽ അത് വന്നിട്ടില്ല. അത് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അപ്പുറമുള്ള ഏകദേശം 300 കിലോമീറ്റർ റൺ ചെയ്തിട്ട് 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമാണ് കിഷ്കിന്ദ അവൈലബിൾ ആയിട്ടുള്ള തിയേറ്റർ ഉണ്ടായിരുന്നത്. ഇവിടെ അടുത്ത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ കിഷ്കിന്ദ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു സിനിമയാണ് OTT വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തു, കണ്ടു. അപ്പോൾ ഈ സിനിമൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആസിഫ് അലിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് പോവാം. ഈ 2024 വർഷത്തിൽ ആസിഫ് അലിൻ്റെ സിനിമ സെലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ റിലീസ് ചെയ്ത സിനിമകൾ പ്രധാനമായിട്ടും അദ്ദേഹം സോളോ ഹീറോ അല്ലെങ്കിൽ ഹീറോസിൽ ഒരാളായിട്ട് വന്നിട്ടുള്ള പ്രധാന റോളിൽ വന്നിട്ടുള്ള സിനിമകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫിലിം എടുത്തു നോക്കിയാൽ 4 സിനിമകളാണ് പ്രധാനമായിട്ടും റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മനോരഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു സാധാരണ ഫീച്ചർ ഫിലിം അല്ല, അല്ലാതെ ഒരുപാട് സിനിമകളുടെ ഒരു കൂട്ടം സിനിമകളുടെ അതിലുള്ള ഒരു ചെറിയ പാർട്ട് മാത്രമായിരുന്നു അതിൽ ഈ ആസിഫ് അലി ഉണ്ടായിരുന്നു. അല്ലാതെ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ നടക്കുന്നത് ആദ്യം വന്നിരുന്നത് തലവനാണ്. പിന്നീട് അഡിയോസ് അമിഗോസ്, അതേപോലെ ലെവൽ ക്രോസ്, പിന്നെ ഈ സിനിമ കിഷ്കിന്ദ. ഈ 4 സിനിമയെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കുറച്ച് മുൻപ് വരെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആസിഫ് അലി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷന് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെന്നുള്ളത് ഈ സിനിമ 4 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ തന്നെ ആദ്യത്തെ സിനിമ നമ്മുടെ തലവൻ, അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നല്ല ഹിറ്റായിട്ടുള്ള തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ഒരു സിനിമയായിരുന്നു തലവന്. രണ്ടാമത്തെ സിനിമ അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് അല്ലെങ്കിലും ഞാൻ അതിൻ്റെ റിവ്യൂ ഒന്നും ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആവുന്ന സിനിമയായിരുന്നു. ഒരു മോശമില്ലാത്ത ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു ചെറിയ അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സും ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒഴിവാക്കാമായിരുന്ന ചില സീനുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഈ അൽത്താഫ് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സീനുകളൊക്കെ വെറുതെ എന്തിനായിരുന്നു? കാരണം ആ ഒരു കഥാപാത്രത്തിൻ്റെ റോള് പോലും ആ സിനിമയിലില്ല. പിന്നെ എന്തിനാണ് ആ ഒരു കഥാപാത്രം പോയത് എന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെയുള്ള കുറച്ച് സീനുകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. അതിനപ്പുറത്തേക്ക് ഒരു മോശമില്ലാത്ത ഒരു എബോ ആവറേജ് അനുഭവം തന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു അഡിയോസ് അമിഗോസ്. അടുത്ത സിനിമ പറയുന്നത് ലെവൽ ക്രോസ് ആണ്. ലെവൽ ക്രോസിൻ്റെ കാര്യം ഞാൻ ഇതിൽ സംസാരിച്ചതാണ്. അത്യാവശ്യം ഒരു വേൾഡ് ക്ലാസ് ലെവലിലെടുത്ത നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ലെവൽ ക്രോസ്. അതിലും നല്ല പെർഫോമൻസ് ബേസ് ആസിഫ് അലി ഏറ്റവും കസറിയ സിനിമ എന്ന് പറയുന്നത് ലെവൽ ക്രോസ് ആണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത സിനിമ ലെവൽ ക്രോസ് ആണ്. അത് കഴിഞ്ഞാൽ തലവനാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കിഷ്കിന്ദ കാണ്ഡത്തിലും അഡിയോസ് അമിഗോസിലും അദ്ദേഹത്തിനേക്കാൾ പെർഫോം ചെയ്തത് മറ്റുള്ള താരങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ അഡിയോസ് അമിഗോസിൽ സുരാജാണ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് സെൻറ്റിമെൻറ്റ്സ് സീനുകളിലൊക്കെ. പിന്നെ ഈ സിനിമയിലേക്ക് പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് കിഷ്കിന്ദ കാണ്ഡാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയിലൊന്നാണ്. ചെറിയ മുതൽ വന്ന് ഏകദേശം 80 കോടിക്ക് അടുത്ത് തന്നെ കളക്ഷൻ നേടിയ സിനിമയാണ്. ഒരുപാട് കാലം ഏകദേശം 50 ദിവസത്തോളം തിയേറ്ററിൽ റൺ ചെയ്തതിന് ശേഷമാണ് OTT ഇറങ്ങിയത്. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള രാമായണത്തിലുള്ള ഒരു കാണ്ഡമാണ് കിഷ്കിന്ദ കാണ്ഡം. അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ
പ്രേരണയിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ കിഷ്കിന്ധ കാണ്ഡത്തിൽ കുരങ്ങുകൾ അല്ലെങ്കിൽ ഈ ബാലി, സുഗ്രീവൻ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അവരെ പറ്റിയുള്ള ഈ കഥ പറയുന്ന അല്ലെങ്കിൽ മിത്ത് പറയുന്ന ചരിത്രം പറയുന്ന ഭാഗമാണ് ഈ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. ഒരു ഇതിൽ ആസിഫ് അലി, അതേപോലെ പിന്നെ വിജയരാഘവൻ, പിന്നെ അതേപോലെ അപർണ ബാലമുരളി, അശോകൻ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് താരങ്ങളാണ് പ്രധാന റോളിൽ വന്നിട്ടുള്ളത്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ ഈ അപർണ ബാലമുരളിയും ആസിഫ് അലിയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ ഇതിലാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങനെ അവർ ആസിഫ് അലിയുടെ വീട്ടിലേക്ക് വരുന്നതും അവിടെ വെച്ചിട്ട് അപർണ ബാലമുരളിക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളും അതിലൂടെ വികസിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. നല്ല രീതിയിൽ സിനിമ തുടക്കം മുതൽ തീരുന്നത് വരെ നമ്മുടെ മിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, അതെന്താ അങ്ങനെ ആ ഒരു മിസ്റ്റീരിയസ് ഒരു എലമെന്റ് അത് തുടക്കം മുതൽ അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയരാഘവന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ സിനിമയിലേക്ക് വിജയരാഘവന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവലാണ്. നമുക്കറിയാം അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിലെ എണ്ണപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്, സീനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്. അദ്ദേഹം ഈ സിനിമയെ കാഴ്ചവെച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഒരു മറതിയൊക്കെ ഉള്ള ഒരു കഥാപാത്രം, അൾഷിമേഴ്സിൻ്റെ സാധ്യതകളൊക്കെ ഉള്ള, അൾഷിമേഴ്സിൻ്റെ എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു കഥാപാത്രം ഇതിനെ വളരെ അടിപൊളിയായിട്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ സിനിമയിൽ നായകൻ പിന്നെ നമ്മുടെ വിജയരാഘവൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വിജയരാഘവന്റെ പെർഫോമൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പീക്ക് ലെവലായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ കിഷ്കിന്ധ കാണ്ഡത്തിലുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് പൂക്കാലം എന്നുള്ള സിനിമയുടെ പേര്. അദ്ദേഹം ഒരു നല്ല പ്രായമുള്ള ഒരാളായിട്ട് അഭിനയിച്ചിട്ടുള്ള അതിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ഞാൻ കാണുന്ന സിനിമ ഈ കിഷ്കിന്ധ കാണ്ഡമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് മാരകമായിരുന്നു. പിന്നെ അതുപോലെ ജഗദീഷ്, പിന്നെ അശോകൻ ചെറിയ റോളുകളെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ റോളുകളിൽ നിഷാൻ, പിന്നെ അങ്ങനെ കുറച്ച് താരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കിടന്നു കഴിഞ്ഞാൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ദിൻജിത്ത് അയ്യന്താനാണ്, എഴുതിയിരിക്കുന്നത് ബാവുൽ രമേശാണ്. ഈ ബാവുൽ രമേശ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും സ്റ്റോറിയും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോബി ജോർജാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. മ്യൂസിക്കൊക്കെ അടിപൊളി മ്യൂസിക് ആട്ടോ. അതിനൊന്നും പറയാനില്ലാത്ത കിടിലൻ ബാക്ക്ഗ്രൗണ്ടാണ്. ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം കൊടുത്തിട്ട് വലിയ ലെവലിലേക്കൊന്നും കയറുന്ന രീതിയിലേക്കൊന്നും അല്ലാതെ നമ്മുടെ ആ സിനിമയ്ക്ക് വേണ്ട ഒരു മിസ്റ്ററി മൂഡ് തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്താൻ ആവശ്യമുള്ള മ്യൂസിക് ആണ് കൊടുത്തത്. പിന്നെ കാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, ഇവർ 3 പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ അല്ലാതെ ജഗദീഷ്, അശോകൻ, ഷെബിൻ ബെൻസൺ, മാസ്റ്റർ ആരവ്, വൈഷ്ണവി രാജ്, മേജർ രവി, നിഴൽകൽ രവി, നിഷാൻ, കോട്ടയം രമേശ്, അർജുൻ അമ്പാട്ട്, ശരവൺ കേതവി, ഇങ്ങനെ കുറഞ്ഞ കാസ്റ്റേ ഉള്ളൂ. ഇവർക്കാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ സിനിമേൻ്റെ ഏകദേശം ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സിനിമ കാണാത്ത ആളുകളൊക്കെ, തിയേറ്ററിൽ നിന്ന് മിസ്സായ ആളുകളൊക്കെ ധൈര്യമായിട്ട് കണ്ടോളി. കുറഞ്ഞ സമയം 2 മണിക്കൂർ മാത്രമുള്ള സിനിമ തീർക്കും. അത് നമുക്കൊരിക്കലും ഒരു നഷ്ടമായി തോന്നാത്ത രീതിയിൽ ദിൻജിത്ത് അയ്യന്താർ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളൊക്കെ ധൈര്യമായിട്ട് പോയി കണ്ടോളി. ഈ സിനിമ നല്ലൊരു അടിപൊളി സിനിമയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആസിഫ് അലിയിൽ നിന്ന് നല്ല ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം മുൻപോട്ടും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആശംസിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.